നമസ്കാരം. ശബരിമലയും ആഗോള അയ്യപ്പ സംഗമവും ഇന്നും അല്പസമയം മുമ്പ് ഹൈക്കോടതിയിൽ ഒരു ചർച്ചാ വിഷയമായി. ഹൈക്കോടതി ആ കേസ് പരിഗണിക്കാനുള്ള കാരണം ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള അനുമതി സർക്കാർ കൊടുക്കുമ്പോൾ തന്നെ ഇത് സംബന്ധിച്ച കണക്കുകൾ ഇത്ര ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിക്ക് നൽകണം എന്ന് ഒരു ഉത്തരവുണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെ ആ ഉത്തരവ് ഇതുവരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പാലിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇതുവരെ കണക്കുകൾ ഹൈക്കോടതിക്ക് നൽകിയിട്ടില്ല, ഇതുവരെ ശരിയായിട്ടില്ല, ഇനിയും ജോലികളുണ്ട്, ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് ഹൈക്കോടതി ചോദിക്കുമ്പോഴെല്ലാം ദേവസ്വം ബോർഡ് ഓരോ തീയതി നീട്ടി കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ ഈ കണക്കുകളിൽ വലിയ വൈരുദ്ധ്യമുണ്ട്, പൊരുത്തക്കേടുണ്ട് എന്ന ഓഡിറ്റ് റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കണക്കെവിടെ എന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിക്കുന്നത്. എന്തായാലും ഇനിയൊരു 10 ദിവസം കൂടിയേ ഉള്ളൂ, 10 ദിവസം എടുത്തേക്കാം, ഞങ്ങൾ കണക്ക് ഉടൻ തരാം, സമയം നീട്ടിത്തരണം എന്നാണ് ഇന്നലെ ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് ചോദിച്ചത്. പക്ഷേ ഒരു സമയവും ഹൈക്കോടതി നീട്ടിക്കൊടുത്തിട്ടില്ല. അതായത് എത്രയും വേഗം കണക്കുകൾ സമർപ്പിക്കണം, നിങ്ങൾ കണക്കുകൾ എഴുതിയത് മതി, നിങ്ങൾക്ക് വേണ്ടി ആരാണ് കണക്കുകൾ എഴുതുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചു. അതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമാണ്. ആ ഫേമിനെ കൂടി ആ കേസിൽ കക്ഷി ചേർക്കുന്നു കോടതി. ആ ഫേമിനോട് എത്രയും വേഗം കണക്കുകൾ 1000 മതി, അതെല്ലാം ഇങ്ങെടുത്തോളൂ എന്ന് ഇന്നലെ ഹൈക്കോടതി പറഞ്ഞു. അതനുസരിച്ച് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേം ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട കണക്കുകളും പുസ്തകങ്ങളുമെല്ലാം വാരിക്കെട്ടി ഇന്ന് ഹൈക്കോടതിയിലെത്തി. ഹൈക്കോടതി ഈ കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം എന്താണ് അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ ഞങ്ങളുടെ ഫേം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമാണ്. ഞങ്ങളുടെ ക്ലയൻറ്റുകൾ എന്ന് പറഞ്ഞാൽ വലിയ കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് നടക്കുന്ന ക്ലയൻറ്റുകൾ ഞങ്ങൾക്കുണ്ട്. ഈ കണക്കുകളെല്ലാം ഞങ്ങൾ വളരെ കൃത്യമായി നോക്കുന്ന ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. പക്ഷേ ഞങ്ങൾക്ക് പോലും ഇതുവരെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ 3.5 ചക്രത്തിൻ്റെ കണക്കൊപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ഹൈക്കോടതിക്ക് മുന്നിൽ ഇന്ന് ഓഡിറ്റർ ഒരിക്കൽ കൂടി ഏറ്റുപറയുകയാണ് ചെയ്തത്. ഇത് സത്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ അവകാശവാദങ്ങളെ ഖണ്ഡിക്കുന്നതായിരുന്നു. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന വാർത്ത വന്നതിനെ തുടർന്ന് കണക്കുകൾ, പുതിയ ബോർഡാണ്, പഴയ ബോർഡ് ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് സമാധാനം പറയേണ്ടുന്ന ഉത്തരവാദിത്വം ഇപ്പോൾ ഈ ബോർഡിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളുമെല്ലാം കണക്കുകൾ പരിശോധിച്ചതിന് ശേഷം ഈ കേരളത്തോട് പറഞ്ഞത് ഇതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ അഴിയാക്കുരുക്കൊന്നും ഇതിനകത്തില്ല, ചില പ്രശ്നങ്ങൾ, ചില ക്ലാരിഫിക്കേഷൻസ് അത് ഓഡിറ്റേഴ്സ് ചോദിച്ചിരുന്നു. ആ ഓഡിറ്റേഴ്സിനോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, ആശയവിനിമയം നടത്തുന്നതിൽ ദേവസ്വം ബോർഡിനുണ്ടായ വീഴ്ച, അത് അവരുടെ വീഴ്ചയല്ല, ഞങ്ങളുടെ വീഴ്ച തന്നെയാണ്, അത് ഉടൻ തന്നെ പറഞ്ഞു തീർക്കും എന്നാണ് ദേവസ്വം ബോർഡ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്രയും ദിവസമായിട്ടും ദേവസ്വം ബോർഡ് പറയുന്ന ഒരു കാര്യവും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ടീമിനെ പിടികിട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഹൈക്കോടതിയിൽ അവർ ഏറ്റുപറഞ്ഞിരിക്കുന്ന മൊഴി എടുത്താൽ നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇതുവരെയും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഇതിൽ വലിയ പൊരുത്തക്കേടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം മന്ത്രിയുടെയും എല്ലാം നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള വാദഗതി അത് പൊളിയുകയാണ്. ഗുരുതരമായ ക്രമക്കേടുകൾ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് അനുമാനിക്കാം. എന്തായാലും ഹൈക്കോടതിക്ക് മുന്നിൽ വേറെ മാർഗങ്ങളില്ല. ഈ കണക്കുകളൊക്കെ ശരിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും എന്ന് ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഫേമിനോട് ചോദിക്കുന്നു. അത് 10 ദിവസം വേണ്ടിവരും എന്ന് ഈ ഫേം പറയുന്നു. അങ്ങനെ ഗത്യന്തരമില്ലാതെ ഹൈക്കോടതി 10 ദിവസത്തേക്ക് കൂടി സമയം അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കൃത്രിമം കാണിക്കാൻ, ഇതിനകത്ത് വെട്ടലും തിരുത്തലും വരുത്താൻ ഒരു 10 ദിവസത്തെ സമയം കൂടി ഇപ്പോൾ ദേവസ്വം ബോർഡിന് കിട്ടിയിരിക്കുന്നു. ആ 10 ദിവസം കൊണ്ട് ഈ കണക്കൊപ്പിക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കുമോ? ഈ 10 ദിവസം കൊണ്ട് ദേവസ്വം ബോർഡ് ചെയ്യാൻ പോകുന്നത് ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില വിദ്യകളായിരിക്കും, ചെപ്പടി വിദ്യകളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇനി ആര് തലകുത്തി നിന്നാലും ഈ കണക്കുകൾ അത് ടാലിയാകാൻ പോകുന്നില്ല. ഈ കണക്കുകൾ ഒരു കാരണവശാലും പൊരുത്തക്കേടുകൾ ഇല്ലാത്തതാക്കാൻ കഴിയില്ല. അതിനൊരു കാരണമുണ്ട്. അതായത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ അറിയിപ്പ് അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഔദ്യോഗികമായി ജനങ്ങളോട് പറയാൻ ദേവസ്വം ബോർഡ്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്ത് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഞങ്ങളടക്കമുള്ള മാധ്യമ പ്രതിനിധികൾ ചോദിച്ചത് ഇത് എത്ര രൂപയാണ് ഇതിൻ്റെ ബഡ്ജറ്റ് എന്നാണ്. ഇതിന് പണം കണ്ടെത്തുക സ്പോൺസർഷിപ്പ് വഴിയായിരിക്കുമെന്നും എത്ര രൂപയാണ് ബഡ്ജറ്റ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും അറിയില്ല, അതൊന്നും ആയിട്ടില്ല എന്നാണ് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അതായത് പരിപാടി നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴും ഒരു ബഡ്ജറ്റ് ഇടാൻ പോലും
ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പരിപാടി നടത്തുന്നത് സത്യത്തിൽ ദേവസ്വം ബോർഡ് അല്ല എന്ന് തന്നെയാണ്. സർക്കാരിന് വേണ്ടി മറ്റേതോ ഏജൻസി, മറ്റേതോ അജ്ഞാതനാണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലുള്ള കാശ് അടിച്ചു മാറ്റാനുള്ള എല്ലാ വിദ്യകളും കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്ന് പോലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അത്രമാത്രം അതിവിദഗ്ധമായിട്ടാണ് ഈ കാശ് അടിച്ചുമാറ്റൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പേരിൽ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണക്കൊപ്പിക്കാൻ, ജനങ്ങൾക്ക് വിശ്വസിക്കുന്ന രീതിയിൽ ഒരു കണക്ക് എഴുതി ഉണ്ടാക്കി കോടതിയിൽ സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് ഇത്തിരി ബുദ്ധിമുട്ടും. അതിന് എത്രമാത്രം വലിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഏജൻസിയെ നിയമിച്ചാലും അല്പം ബുദ്ധിമുട്ടുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇത് ഖജനാവിലെ കണക്കല്ല, മറിച്ച് അയ്യപ്പൻ്റെ ഖജനാവിലെ കണക്കാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.